ടൈമിലാണല്ലോ അല്ല കൊറോണ ടൈമിന് മുമ്പാണ്. സ്റ്റിയറിംഗ് ഒക്കെ ഇരിക്കുന്നുണ്ടല്ലോ, അപ്പം ഗെയിംസിനോടൊക്കെ ഭയങ്കര താല്പര്യമാണോ? ഗെയിം കളിക്കാൻ വേണ്ടി തന്നെയാണ് മേടിച്ച് വെച്ചേക്കുന്നത്, വെറുതെ മേടിക്കുന്നത്. ഹേ ഗൈസ്, വെൽക്കം ടു സൈറ മീഡിയ. ഒത്തിരി യൂട്യൂബർമാരും ഒത്തിരി കണ്ടന്റ് ക്രിയേറ്ററും ഉള്ള നമ്മുടെ നാട്ടില് തന്റെ കണ്ടന്റ് കൊണ്ട് വ്യത്യസ്തനായ ഫൈസൽ റാസിയാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഹായ്. അപ്പം എങ്ങനെയുണ്ട്, സുഖമാണോ? എവിടെ പഠിക്കുന്നത്? ഞാൻ ബിഷപ്പ് ജെറോം ഇൻസ്റ്റിറ്റ്യൂട്ട്, അവിടെ എഞ്ചിനീയറിംഗ് പഠിക്കുക. ക്ലാസ് ഒക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമില്ലാതെ പോകും. ഗേൾസ് ഫാൻസ് ഒക്കെ ഉണ്ടോ? അങ്ങനെ പ്രത്യേകിച്ച് ആരും ഇല്ല, പക്ഷെ എന്നാൽ പോലും ഒരുപാട് പേര് എന്റെ വീഡിയോ കാണുന്നവരില് ഒരുപാട് പേര് ഫീമെയിൽസ് ഉണ്ട്. ഈ വീട്ടമ്മമാര് അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ അവരൊക്കെ ഇങ്ങനെ വാട്സാപ്പിൽ മെസ്സേജ് അയക്കും, അതായത് ഈ ഓരോരോ ഏണിങ്സിനെ പറ്റിയൊക്കെ മെസ്സേജ് ഇടാറുണ്ട്. അവര് പുറത്തു വെച്ച് കാണുമ്പോൾ അവരെന്തെങ്കിലും പറയാറുണ്ടോ? കാണുമ്പോ ഒന്നുമില്ല, ഹായ്. ഇപ്പം ഞാൻ ഇടയ്ക്കൊക്കെ ഞാൻ മിക്കപ്പോഴും സിനിമ തിയേറ്ററിലൊക്കെയാണ് പോകാറുള്ളത്. അപ്പം അവിടെയൊക്കെ പോകുന്ന സമയത്ത് കാണുന്ന സമയത്ത് കൈ കാണിക്കും, പക്ഷെ നമുക്ക് പെട്ടെന്ന് പിടികിട്ടത്തില്ല. കാരണം ഞാൻ അത്ര ഒരു രീതിയിൽ ഫേമസ് അല്ല, എന്നാൽ പോലും കൈ കാണിക്കുമ്പോൾ മനസ്സിലാവും. ഈ കണ്ടന്റ് ഇടാം എന്നുള്ള ഐഡിയ ഒക്കെ എങ്ങനെ വന്നേ? കണ്ടന്റ് ഇടാനെന്നുള്ള ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഈ കൊറോണ ടൈമിന് തൊട്ട് മുമ്പ് ഞാൻ 10ൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഒരു ഐഡിയ വരുന്നത്. അതായത് ആ സമയത്ത് യൂട്യൂബ് അത്ര അങ്ങോട്ട് ആയിട്ടില്ല, അതായത് ഈ ഒരു ബിഗിനിങ് സ്റ്റേജിലാണ്. അപ്പൊ ആ സമയത്ത് M4 ടെക് അല്ല കൊറോണ ടൈമിന് മുമ്പാണ്. 10ൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, അതായത് കൊറോണ വരുന്നതിനൊരു 3 മാസം മുമ്പ്. അപ്പൊ ആ സമയത്താണ് 10ൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത്, ഈ പബ്ലിക് എക്സാം ഒക്കെ ഉള്ള സമയമാണ്. അപ്പൊ ആ സമയത്ത് തുടങ്ങിയപ്പോഴത്തേക്ക് ഒരുപാട് പേര് കുറ്റം പറയാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ആ രീതി വെച്ച് നോക്കുന്ന സമയത്ത് ആ ഒരു ടൈമില് ഒരുപാട് പേര്, അതായത് ക്ലാസ്സിൽ ഇരിക്കുന്നവന്മാര് തന്നെ നമ്മൾ ഒരുമാതിരി ആക്കിലൊന്നും അല്ല, ഇപ്പൊ പറയല്ലോ എന്റെ പൂക്കൽ, അങ്ങനെ ആ പരിപാടിയാണ്. അപ്പം ആ പരിപാടിയിലാണ് നമ്മളത് ആദ്യം ഒരു കണ്ടന്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ടെക്കിലോട്ടാ വന്നത്. അപ്പൊ ടെക് എന്ന് പറയുമ്പോഴത്തേക്ക് ചുമ്മാ നമുക്ക് കയറി വരാൻ പറ്റത്തില്ല, എന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ട് വേണം ചെയ്യാൻ. പക്ഷെ ഞാൻ ഒന്നും പഠിക്കാതെ എവിടെന്നെങ്കിലുമൊക്കെ നോക്കി അങ്ങനെ അടിക്കായിരുന്നു പരിപാടി. വലിയ ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു ആ പരിപാടിയിൽ, എങ്ങനെയെങ്കിലും ക്ലിക്കായി പോകണമെന്നായിരുന്നു. ഫ്രണ്ട്സ് ഒക്കെ സപ്പോർട്ട് ചെയ്യുമായിരുന്നു? ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു എനിക്ക്. കുറെ പേര് ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത്. അത് ഊക്കില് മാത്രമേ ഉള്ളൂ, അല്ലാതെ ഈ ഡിമോട്ടിവേഷൻ ഒന്നുമില്ല. ജസ്റ്റ് നിനക്ക് നീ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നേ, ആ സമയത്ത് അത്ര പോപ്പുലാരിറ്റി ഇല്ലായിരുന്നു, അത്രയും ചാൻസ് ഒന്നും ഇല്ലായിരുന്നു. അപ്പൊ നമ്മൾ വന്ന സമയത്ത് ആ രീതിയിലാണ് വന്നത്. ആദ്യം ടെക്ക്, പിന്നെ എനിക്ക് ആ സമയത്ത് ഒരു മീൻ ഭ്രാന്ത് ഉണ്ടായിരുന്നു, അതായത് ഈ മീൻ വളർത്തുന്നതിന്റെ. അപ്പം അതിന്റെ കണ്ടന്റ്സ് ഇട്ട് തുടങ്ങി. അപ്പം അങ്ങനെയാണ് ഞാൻ പൊക്കോണ്ടിരുന്നത്. പിന്നെ ഞാൻ അതിൽ നിന്ന് മാറി നേരെ ഈ ഒരു ഏണിംഗ് സെക്ഷനിലേക്ക് വന്നു, അതായത് ഈ മണി മേക്കിങ്ങിന്റെ ഒക്കെ. അപ്പോഴാണ് നീ കുറച്ചുകൂടെ ക്ലിക്ക് ആയത്. ആ ഒരു കൊറോണ ടൈമിൽ ഒരുപാട് പേര് ഈ ഓൺലൈൻ ഏണിങ്സിന്റെ ഒക്കെ സംഭവങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഞാൻ അതും ക്ലിക്ക് ആയിപ്പോയി. ഇപ്പം ആദ്യമായിട്ട് കണ്ടന്റ് ഇട്ടപ്പോഴും ഇപ്പോഴും എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ? ആ സമയത്ത് എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് വലിയ കോൺഫിഡൻസ് ഒന്നും ഇല്ലായിരുന്നു. ജസ്റ്റ് ക്യാമറ ഓണാക്കി വെച്ച് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടായിരുന്നു പരിപാടി. പിന്നെ തൊട്ട് ഞാൻ സ്ക്രീൻ റെക്കോർഡിങ് മാത്രമാക്കി, ഫേസ് കാണിക്കാതെ, ഒട്ടും ആ ഒരു സംഭവം ഒന്നും ഇല്ലാതെ. അപ്പോഴത്തേക്ക് ആ ഒരു രീതിയിൽ വെച്ച് നോക്കുന്ന സമയത്ത് ഇപ്പോഴത്തേക്കൊക്കെ വന്നപ്പോഴത്തേക്കും ഞാൻ കുറച്ചുകൂടെ ഒരു പ്രൊഫഷണൽ രീതിയിലേക്ക് മാറാൻ നോക്കിക്കൊണ്ടിരിക്കുക. അതായത് ഞാൻ കുറച്ചുകൂടെ ക്യാമറ കാര്യങ്ങൾ അപ്ഗ്രേഡ് ചെയ്ത് എൻ്റെ കുറച്ചുകൂടെ ആ ഒരു ഇൻട്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഫാമിലി നമ്മൾ സപ്പോർട്ട് തന്നെയാണ്. സപ്പോർട്ട്. ആദ്യം ഞാൻ ഉമ്മയുടെ ഫോണിനകത്തായിരുന്നു വീഡിയോ ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ആ സമയത്ത് ആ ഫോൺ വെച്ച് നോക്കുന്ന സമയത്ത് ആ ഫോണിലൊക്കെ ക്ലാരിറ്റി വളരെ കുറവാണ്. ആ സമയത്ത് അറിയാമല്ലോ, ആ സമയത്ത് അതൊക്കെ വെച്ച് ഭയങ്കര കഷ്ടപ്പെട്ടാണ് ഞാൻ ഈ കുക്കിംഗ് വീഡിയോസ് ഒക്കെ ചെയ്യുമായിരുന്നു. ഈ ഓറിയോ ഒക്കെ ഇട്ടടിച്ച് അതൊക്കെ ഭയങ്കര, ഇപ്പോഴും അത് യൂട്യൂബിൽ കിടപ്പുണ്ട്. ഇപ്പോഴും പിള്ളേര് കൂട്ടുകാരന്മാരൊക്കെ ലിങ്ക് ചോദിച്ച് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് കളിയാക്കും, ഇങ്ങനെ ഊക്കല് രീതിയിലൊക്കെ കളിയാക്കൊക്കെ ചെയ്യും. അപ്പൊ ആ രീതിയിൽ ഒന്നുമില്ല, പിന്നെ അത്രയൊക്കെ തന്നെ. പുറത്ത് ആൾക്കാരെ അറിഞ്ഞു തുടങ്ങിയപ്പോ എന്തായിരുന്നു അനുഭവം? നമുക്കൊരു സന്തോഷം, കാരണം നമ്മളെ രണ്ടുപേരെ അറിയാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. ഫസ്റ്റ് ഏർണിങ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് വലിയൊരു സംഭവം തന്നെയാണ്. കാരണം അതെനിക്ക് പ്രൊമോഷൻ വഴിയാണ് കിട്ടിയത്. എനിക്ക് ഈ ആഡ്സെൻസ് കാര്യങ്ങളൊന്നും അറിയത്തില്ല. ആഡ്സെൻസ് ഒക്കെ നമുക്ക് വളരെ കുറവാണ്, കാരണം നമുക്ക് വ്യൂസ് കുറവാണ്. നമുക്ക് ലക്ഷക്കണക്കിന് വ്യൂസ് ഒന്നുമില്ല. നമുക്ക് കൂടിപ്പോയ അന്നൊരു 250-150 വ്യൂസ് ഒക്കെ ഉള്ളായിരുന്നു ആ ടൈമില്. അപ്പൊ ആ സമയത്തൊക്കെ എങ്ങനെയെങ്കിലും മോണിറ്റൈസ് ആവണം എന്നുള്ളൊരു ആഗ്രഹം മാത്രമേ ഉള്ളായിരുന്നു. അതായത് ഈ ആഡ്സെൻസ് എന്ന് കേട്ടിട്ടേ ഉള്ളൂ. നമുക്ക് ഈ ഒരു
4000 വാച്ച് ഹവേഴ്സ്, അതൊക്കെ അന്നായിരുന്നു 4000 വാച്ച് ഹവേഴ്സ്. ഇന്നൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് 10 മില്യൺ വ്യൂസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഷോർട്സിലുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് കിട്ടും. അപ്പം ആ സമയത്ത് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു 4000 മണിക്കൂർ വാച്ച് ടൈം എത്തുക എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയൊരു കാര്യമാണ്. കാരണം ഈ 150-300 വ്യൂസ് വെച്ചാണ് ഞാൻ അവിടെ എത്തിയത്. 4000 മണിക്കൂർ വാച്ച് ടൈം, അതായത് ഒരു വർഷത്തിനകം വെച്ച് നമുക്ക് എത്തണമെന്നാണ് ആ റൂള് പറയുന്നത്. അപ്പൊ ആ രീതിയിൽ എത്തിയത് തന്നെ ഒരു വലിയ കാര്യം. എത്തിയതിനു ശേഷം ഭയങ്കര സന്തോഷമായിരുന്നു. അതിനുശേഷം ഫസ്റ്റ് ഏണിങ്സ് കിട്ടിയ സമയത്ത് അത് കുറച്ച് ഏണിങ്സ് ഉള്ളായിരുന്നു. ഒരു 10,000-8,000 രൂപ ഉള്ളായിരുന്നുള്ളൂ. ആ സമയത്ത് ചെയ്തതെന്നൊന്നും വലിയ ഓർമ്മയില്ല. എന്നാലും ആ സമയത്ത് ഒരു ഫോണൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. സ്വന്തമായിട്ട് തന്നെ ഫോൺ മേടിച്ചത്. ആ സമയത്ത് ഫോണൊന്നും ഇല്ലായിരുന്നു, ഉമ്മയുടെ ഫോണിലാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ആ സമയത്ത് ഒരു ഫോണൊക്കെ മേടിച്ചത് ഭയങ്കര സന്തോഷമുള്ള കാര്യമായിരുന്നു. ഇനിയിപ്പോ അങ്ങനെ യൂട്യൂബിൽ തന്നെ നോക്കുവാണോ അതോ? അങ്ങനല്ല, അത് 2 വഴിയുണ്ട്. ഇപ്പൊ ഞാൻ എഞ്ചിനീയറിംഗ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒന്നില്ലെന്നുണ്ടെങ്കിൽ അതിൽ കൂടെ, അല്ലെങ്കിൽ 2 കൂടെ ഒരുമിച്ച് കൊണ്ടുപോകും. കാരണം പുതിയ പുതിയ ഐഡിയാസ് നോക്കുന്നുണ്ട്. കാരണം ഇപ്പൊ മണി മേക്കിംഗ് ഫീൽഡ് കുറച്ചൊന്ന് ഡൗൺ ആയിട്ട് കിടക്കുക. ആ സമയത്ത് ഞാൻ ഒരു ഷോർട്സ് ചാനൽ തുടങ്ങിയായിരുന്നു. ഷോർട്സ് ചാനൽ തുടങ്ങിയപ്പോഴത്തേക്കും അത് ഞാൻ നല്ല രീതിയിൽ, എനിക്കൊരു പ്ലേ ബട്ടൺ വേണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ ആ പ്ലേ ബട്ടൺ എനിക്കങ്ങനെ കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. പക്ഷെ അത് ഞാൻ ഒരു ന്യൂ ഇയർ റിസൊല്യൂഷൻ എടുത്തു 2024. അപ്പം അങ്ങനെ ഞാൻ ന്യൂ ഇയർ റിസൊല്യൂഷൻ എടുത്തതിന് ശേഷം ഒരു 4 മാസം കൊണ്ട് ചടപട വീഡിയോസ് ഇട്ട് നിറച്ച് ഗോൾഡൻ പ്ലേ ബട്ടൺ, ഗോൾഡൻ അല്ല സിൽവർ എടുത്തതാണ്. ഇനി യൂട്യൂബിലോട്ട് വരുന്നവരും കണ്ടിടാൻ ആഗ്രഹിക്കുന്നവരോടൊക്കെ എന്താ പറയാ? ഇനി വരുന്നവർക്കും വരാം. ഇപ്പോഴും കുറെ പേര് വരുന്നുണ്ട്. ഇഷ്ടംപോലെ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറഞ്ഞ് ഇൻസ്റ്റഗ്രാമിലായാലും യൂട്യൂബിലായാലും ഇപ്പൊ ഒരുപാട് പേരുണ്ട്. അപ്പം വരുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് ഇട്ടാൽ മാത്രമേ കയറി വരുത്തുള്ളൂ. അപ്പം ഞാൻ ആ സമയത്തൊക്കെ എന്ന് പറയുന്നത് 3 തരത്തിലാണ് ചെയ്തത്. ആദ്യമേ ഞാൻ ടെക്കിലേക്ക് വന്നു. ടെക്ക് എനിക്ക് കിട്ടിയില്ല. അങ്ങനെ പിന്നെ ഞാൻ അത് നേരെ മറ്റേ അതായത് ഫിഷിന്റെ രീതിയിൽ ചെയ്ത് നോക്കി, അതും നടന്നില്ല. അങ്ങനെ ഞാൻ പിന്നെ ഏണിങ്സിലേക്ക് വന്നപ്പോഴും ആദ്യമേ സപ്പോർട്ട് കുറവാണെങ്കിൽ ഞാൻ പിന്നെ ഇട്ട് പോയപ്പോഴത്തേക്കാണ് പിന്നെ കൊറോണ ആയപ്പോൾ ആ സപ്പോർട്ട് കയറി വന്നത്. അപ്പം ആ രീതിയിൽ കൺസിസ്റ്റന്റ് ഒക്കെ ആയിട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ കിട്ടുന്നു. ഈ യൂട്യൂബ് ലൈഫിലൊക്കെ നേരിട്ട പ്രതിസന്ധി എന്താ? പ്രതിസന്ധി എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കിപ്പം പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ വലുതായിട്ടൊന്നും ഇല്ല. നമ്മൾക്ക് ഈ ഒരു എങ്ങനെ നമുക്കിത് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് പുതിയ കണ്ടന്റ് ആൾക്കാരിലേക്ക് എത്തിക്കാം, അല്ലെങ്കിൽ ആൾക്കാർ എങ്ങനെ നമ്മളെ അക്സെപ്റ്റ് ചെയ്യും, ആ ഒരു രീതിയിലായിരിക്കും കാര്യങ്ങൾ. ഇപ്പൊ നമ്മളിപ്പോ ഒന്ന് ഡൗൺ ആയി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ആ ഒരു വളർച്ചയുണ്ടല്ലോ, ആ ഒരു ഗ്രോത്ത് അവിടെ വെച്ച് കട്ടായി പോകും. അപ്പൊ ആ ഒരു രീതിയിലൊക്കെയാണ് പ്രതിസന്ധി വരുന്നത്. ഈ മൂവി റിവ്യൂസും ഒക്കെ ഇപ്പൊ ഇടാറില്ലേ? മൂവി റിവ്യൂസ് ഇപ്പൊ കുറച്ച് നാളെ ഇട്ടിട്ട് ഞാൻ റിവ്യൂസ് അല്ല ഇടുന്നത്. എന്റെ ഒരു അഭിപ്രായം, എന്റെ ഒരു ഒപ്പീനിയൻ കണക്കാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ അത് ഞാൻ ആദ്യമേ പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻസ്റ്റാഗ്രാമിലൊക്കെ സ്റ്റോറി ഇടുന്ന കണക്ക് ഞാൻ ടൈപ്പ് ചെയ്തിടുമായിരുന്നു. അപ്പം ഒരുപാട് 2-3 പേരൊക്കെ പറഞ്ഞോളൂ, ഒരുപാടൊന്നുമില്ല. 2-3 പേര് പറഞ്ഞു ഇത് കണക്ക് ഒരു വീഡിയോ ഒക്കെ ഒരു ചാനലായിട്ട് തുടങ്ങി കഴിഞ്ഞാൽ അപ്പം അതിനകത്തൂടെ ക്ലിക്ക് ആയാലോ. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഒരു ചാനൽ തുടങ്ങിയേക്കാം. അപ്പൊ അങ്ങനെ ഒരു ചാനൽ തുടങ്ങി അഭിപ്രായം അതിനകത്ത് ഇട്ട് തുടങ്ങിയതാണ്. പക്ഷെ അതിനകത്ത് അത്യാവശ്യം സപ്പോർട്ട് ഉണ്ടായിരുന്നു. അത് അത്യാവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ വാട്സാപ്പിലൊക്കെ ലിങ്ക് ഇടുന്ന സമയത്ത് എന്റെ ഒരു അഭിപ്രായം ചോദിച്ചിട്ട് പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം അവർക്കൊക്കെ അത് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സിനിമ പറയാൻ പറഞ്ഞത് ഈ 2024 2024 എനിക്ക് ഭയങ്കരമായിട്ട് ത്രില്ലടിച്ച് ഞാൻ കണ്ട ഒരു സിനിമ എന്ന് പറഞ്ഞാൽ ലിയോ ആണ്. ലിയോ ഞാൻ ഫസ്റ്റ് ഡേ തന്നെ, അതായത് ക്ലാസ് കട്ട് ചെയ്താ പോയി കണ്ടത്. ക്ലാസ് കട്ട് ചെയ്ത് സാറൊക്കെ ഒരുപാട് കുറ്റം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ക്ലാസ് കട്ട് ചെയ്ത് വീട്ടിൽ നിന്നൊക്കെ വിടുമെന്നൊക്കെ ചോദിച്ചു. ഞാൻ ക്ലാസ് ഉച്ചയ്ക്ക് ശേഷം കട്ട് ചെയ്ത് അല്ലല്ല ഞാൻ ഒറ്റയ്ക്ക് അവന്മാരൊക്കെ പഠിക്കാൻ പോയി. ഞാൻ ഉച്ചയ്ക്ക് ശേഷം നേരെ കട്ട് ചെയ്ത് രേവതിയിലാണ് പോയത്. ഞാൻ ഈ വലിയ വലിയ നല്ല സിനിമകളൊക്കെ രേവതിയിലാണ് കാണുന്നത്. അപ്പം ഞാൻ രേവതിയിലേക്ക് ചെന്ന് അവിടെ നിന്ന് നല്ല ത്രില്ലടിച്ച് കണ്ട ഒരു സിനിമ ലിയോ ആണ്. പിന്നെ ഫ്രണ്ട്സുമായിട്ട് എൻജോയ് ചെയ്ത് കണ്ട സിനിമകൾ എന്ന് പറയുന്നത് ആവേശം. പിന്നെ ലിയോ ഞാൻ വീണ്ടും പോയി അവരുടെ ഫ്രണ്ട്സിന്റെ കൂടെ തന്നെ പോയി കണ്ടിട്ടുണ്ടായിരുന്നു. ഒന്നും കൂടി പോയി കണ്ടായിരുന്നു. വിജയ് ഫാൻ അല്ല, എനിക്ക് സിനിമകൾ കാണാൻ നല്ല ഇഷ്ടമാണ്. എനിക്ക് ആ ഒരു സിനിമകൾ കണ്ടുകൊണ്ടിരിക്കാൻ നല്ല ഇഷ്ടമാണ്. ഒരു 2-2.5 മണിക്കൂർ നമുക്ക് അവർ കണ്ടുകൊണ്ടിരിക്കാൻ ഒരു നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ ആണ് സിനിമ കാണുന്നത്. അപ്പൊ ആ രീതിയിലാണ് ചെയ്തത്. കൊല്ലത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട തിയേറ്റർ ഏതാ? 1, 2, 3 ഒക്കെ ഉണ്ട്. എന്നാൽ പോലും ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് ഞാൻ എപ്പോഴും പോകുന്നതെന്ന് വെച്ചാൽ പാർത്ഥ തിയേറ്റർ ആണ്. അപ്പൊ അവിടെയാണ് ഞാൻ മിക്ക സിനിമാസും കാണാനായിട്ട് പോകുന്നത്. പിന്നെ കുറച്ചുകൂടെ വലിയ സ്കെയിൽ മൂവീസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ രേവതി പോകും. അവിടെ കുറച്ചുകൂടെ ഒരു വലിയ സ്ക്രീൻ ഒക്കെ തന്നെ കുറച്ചുകൂടെ വലിയൊരു എക്സ്പീരിയൻസ് കിട്ടും. കൂടുതലും ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് പോകുന്നതാണോ ഇഷ്ടം അതോ ഫാമിലി ഒക്കെ ആയിട്ട് പോകുന്നതാണോ ഇഷ്ടം? കൂടുതൽ ഒറ്റയ്ക്ക് പോകുന്നതാണ് ഇഷ്ടം. ഒറ്റയ്ക്ക് പോകുമ്പോൾ നമ്മളായിട്ടുള്ള കംഫർട്ടിൽ നമ്മളായിട്ട് സമയം നമ്മളെ തന്നെ ഒരു കംഫർട്ട് ടൈമിൽ നമുക്ക് പോയിട്ട് കാണാം.
അതേപോലെ തന്നെ വരാം. ഇതാ കൂട്ടുകാര് ഫ്രണ്ട്സ് ഒക്കെ ആകുമ്പോഴത്തേക്ക് ചിലപ്പോൾ അവർ ഡിലേ ആവും. അപ്പൊ നമ്മുടെ ആ ഒരു എക്സ്പീരിയൻസ് കുറയും. ഈ സിനിമ എപ്പോഴും ആദ്യം തൊട്ട് അവസാനം അതെ, അതെനിക്കൊരു നിർബന്ധമാണ്. അതായത് ഈ ഒരു ഫസ്റ്റ് തൊട്ട് തന്നെ എനിക്ക് കയറി കാണണം. അതായത് എനിക്ക് മറ്റുള്ളവരെ ഡിസ്റ്റർബ് ചെയ്യുന്നതിനെ കുറിച്ച് താല്പര്യമില്ല. കാരണം നമ്മൾ ഈ സിനിമയുടെ ഇടയ്ക്ക് കയറി വരുമ്പോഴത്തേക്കും ഡിസ്റ്റർബ് ആവുമല്ലോ മറ്റുള്ളവർ. അപ്പം എനിക്ക് അതിൽ താല്പര്യമില്ല. അപ്പം ഈ റിലേഷൻഷിപ്സ് അങ്ങനെ വല്ലതും ഉണ്ടോ? ഇല്ല, റിലേഷൻഷിപ്പ് കാര്യങ്ങളൊന്നുമില്ല. എനിക്ക് അതിനോട് വലിയ താല്പര്യമൊന്നുമില്ല. കാരണം ഈ ഒരു ഓൾറെഡി ഉള്ളവര് പറയുന്ന ആ ഒരു കാര്യങ്ങൾ വെച്ച് നോക്കുന്ന സമയത്ത് ആ ഒരു റിലേഷൻഷിപ്പിലേക്ക് പോവേണ്ട ആവശ്യം ഇപ്പൊ ഇല്ല എന്നുള്ളത്. പറഞ്ഞു. അപ്പൊ ഈ ബെസ്റ്റി അങ്ങനെയൊക്കെയുള്ള ഇല്ല, അങ്ങനെ ആരുമില്ല. എനിക്ക് അല്ലാതെ ഈ ഫ്രണ്ട്സ് കാര്യങ്ങൾ ബാക്കിയുള്ളവർ അങ്ങനെയൊക്കെ പോകുന്ന കാണുമ്പം അങ്ങനെ എന്തെങ്കിലും തോന്നുന്നു? വിഷമം എന്തായാലും തോന്നും. പക്ഷെ എന്നാൽ പോലും നമ്മളെ അടുത്തുള്ള ഫ്രണ്ട്സ് എല്ലാവരും സിംഗിൾസ് തന്നെയാണ്. അങ്ങനെയാണ്. ഇപ്പം ആരെങ്കിലും വന്ന് പ്രപ്പോസ് ചെയ്ത് എന്തായിരിക്കും? അതപ്പം തോന്നും. ഇപ്പൊ മെസ്സേജസ് ഒക്കെ വരാറുണ്ടോ? ഇല്ല, വരാറില്ല. ഇല്ല. ഞാൻ പറഞ്ഞു നേരത്തെ ഈ മണി ഏണിംഗ് റിലേറ്റഡ് ആയിട്ട് സംശയം ചോദിക്കാനായിട്ടുള്ള ആൾക്കാർ വരും, അല്ലാതെ വേറെ ആരും വരാറില്ല. ഈ റൂമൊക്കെ സെറ്റിങ്സ് തന്നെ ചെയ്തതാണോ? ഞാൻ സ്വന്തമായിട്ട് ചെയ്തത്. അതായത് ഈ ഒരു പൈസ കുറച്ചായിട്ടല്ലേ കിട്ടുള്ളൂ. അപ്പം ഞാൻ ഈ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു. കാരണം മറ്റുള്ളവരുടെ നമ്മളെ റൂമൊക്കെ കാണുന്ന സമയത്ത് എന്തൊക്കെ ആഡ് ചെയ്യണം എന്നുള്ളൊരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു. അപ്പം കുറച്ച് ക്യാഷ് കിട്ടുന്ന സമയത്തിനനുസരിച്ച് അതാത് ബഡ്ജറ്റിലുള്ള കാര്യങ്ങൾ, അതായത് എല്ലാം ലോ കോസ്റ്റ്. വാങ്ങിച്ചു കൊടുത്തായിരുന്നു. ഞാനൊരു ഫോണൊക്കെ മേടിച്ചു കൊടുത്തായിരുന്നു. ആ ഒരു രീതിയിൽ ബഡ്ജറ്റ്, അതായത് എല്ലാം ലോ കോസ്റ്റ് ബഡ്ജറ്റിലുള്ള കാര്യങ്ങളാണ് ഇവിടെ ഇരിക്കുന്നതല്ല. ആകെ ഈ ഒരു പീസ് മാത്രമേ ഉള്ളൂ കുറച്ച് ബഡ്ജറ്റ് കൂടിയതായിട്ടുള്ളത്. അതായത് പീസ് വരുന്നതിന് മുമ്പേ എല്ലാം സ്വന്തം തന്നെയാണ്. പുറത്തുനിന്നൊന്നും മേടിച്ചു വെച്ചിട്ടില്ല. എല്ലാം സ്വന്തം കയ്യിൽ നിന്നിട്ട് തന്നെയാണ് മേടിച്ചിട്ടുള്ളത്. ക്രിയേറ്റീവ് ഐഡിയാസ് ഒക്കെ എങ്ങനെയാണ്? ക്രിയേറ്റീവ് ഐഡിയാസ് എന്ന് പറയുമ്പോൾ നമ്മള് ബാക്കിയുള്ള ഒരു ഇൻസ്പിറേഷൻ ആയിട്ട് നോക്കി എവിടെയൊക്കെ എന്തൊക്കെ സെറ്റ് ചെയ്യണം അങ്ങനെയൊക്കെ തീരുമാനിച്ചിട്ടാണ് ഓരോ കാര്യങ്ങൾ സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പം ഈ മൂവീസ് ഒക്കെ ഒത്തിരി കാണാറില്ലേ? ഏറ്റവും ഇഷ്ടപ്പെട്ട ഡയറക്ടർ ആരാ? പറയുമ്പോൾ ഒരുപാട് പേരുണ്ട്. അതായത് ഓരോരുത്തരുടെ സിനിമ ഇറങ്ങുമ്പോഴും വലിയൊരു ഹോപ്പ് ഉണ്ട്. അപ്പൊ ആ ഹോപ്പ് അനുസരിച്ച് നമ്മൾ പോയി കാണും. അതിലൊരാളെന്ന് പറഞ്ഞാൽ നമ്മൾ അൽഫോൺസ് പുത്രന്റെ ഗോൾഡ് ഇറങ്ങിയ സമയത്ത് എനിക്ക് ഭയങ്കര ഒരു ഹോപ്പ് ഉണ്ടായിരുന്നു. പക്ഷെ അതിനനുസരിച്ച് ആ ഒരു ഹോപ്പിനനുസരിച്ച് സിനിമ വന്നില്ല. പക്ഷെ എന്നാൽ പോലും എനിക്ക് നല്ല എൻഗേജിങ് ഒക്കെ ആയിട്ടായിരുന്നു ആ ഒരു ഗോൾഡ് സിനിമ തോന്നുന്നത്. ഈ മൂവീസ് ഒക്കെ കാണുമ്പോഴേ പഴയ സിനിമ അത്ര നല്ലതാണെന്ന് തോന്നുന്നു അതോ? പഴയ സിനിമ നല്ലതെന്ന് ചോദിച്ചാൽ ആ ഒരു കാലഘട്ടത്തിനനുസരിച്ചുള്ള സിനിമാസ് ആണ് ആ സമയത്ത് ഇറക്കിയിരിക്കുന്നത്. അപ്പം ഞാനിപ്പം പഴയ സിനിമാസ് ആയിട്ടുള്ള ഇപ്പം ഈ ഇടയ്ക്ക് വല്യേട്ടനൊക്കെ വന്നപ്പോഴത്തേക്ക് ഞാൻ പോയി കണ്ടായിരുന്നു സിനിമ. അപ്പം എനിക്ക് പഴയ സിനിമകൾ റീമാസ്റ്റർ ചെയ്ത് കാണാനായിട്ട് ഭയങ്കര താല്പര്യമാണ്. ഞാൻ സ്ഫടികമൊക്കെ പോയി കണ്ടതാണ്. സ്ഫടികം, വല്യേട്ടൻ, ദേവദൂതൻ, ഇതെല്ലാം ഞാൻ പോയി കണ്ടതാണ്. അപ്പം ഏറ്റവും ഇഷ്ടപ്പെട്ട കൊമേഡിയൻ ആരാ? കൊമേഡി എന്ന് പറയുമ്പോൾ നമ്മളെ എല്ലാവരുടെയും ചൈൽഡ്ഹുഡ് ബെസ്റ്റ് ആക്കിയ നമ്മളെ ദിലീപ് ഏട്ടനെ കുറിച്ചാണ് പറയാനുള്ളത് ആദ്യം തന്നെ. കാരണം ദിലീപ് ഏട്ടനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ തീരത്തില്ല, വാക്കുകളില്ല. പക്ഷെ എന്നാൽ പോലും ദിലീപ് ഏട്ടൻ വെച്ചേക്കുന്ന ആ ഒരു സ്റ്റാൻഡ് ഉണ്ടല്ലോ, അത് ആർക്കും പൊളിച്ചെടുക്കാൻ പറ്റത്തില്ല. അപ്പം നമ്മളെ എല്ലാവരുടെയും ചൈൽഡ്ഹുഡ് പുള്ളി തന്നെയാണ് നമ്മളെ ആ ഒരു രീതിയിൽ എൻഗേജ് ചെയ്യിപ്പിച്ചിട്ടുള്ളത് ഇപ്പോഴും പോലും. ദിലീപ് ഏട്ടന്റെ ഒട്ടും മറക്കാൻ പറ്റാത്ത സിനിമ അതേതായിരിക്കും? സി ഡി മൂസ, അതേപോലെ തന്നെ പാണ്ടിപ്പട, അങ്ങനത്തെ സിനിമകൾ എത്ര വേണമെങ്കിലും നമുക്ക് റീവാച്ച് ചെയ്യാൻ പറ്റും. ഈ സ്റ്റിയറിംഗ് ഒക്കെ ഇരിക്കുന്നുണ്ടല്ലോ, അപ്പം ഗെയിംസിനോടൊക്കെ ഭയങ്കര താല്പര്യമാണോ? ഗെയിം കളിക്കാൻ വേണ്ടി തന്നെയാണ് മേടിച്ച് വെച്ചേക്കുന്നത്, അല്ല വെറുതെ മേടിക്കുന്നില്ല. അപ്പോ ഇത് എങ്ങനെ മേടിച്ചെന്ന് വെച്ച് കഴിഞ്ഞാല് PC എടുത്ത സമയത്ത് ഒരുപാട് കാർ ഗെയിംസ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഈ ഒരു കീബോർഡിൽ കളിക്കുന്ന ഫീൽ അല്ല ഈ ഒരു സ്റ്റിയറിംഗില്. ആ സമയത്ത് ഞാൻ കാർ എടുത്തിട്ടില്ല. അപ്പം ആ ഒരു രീതിയിൽ ഭയങ്കര അതായത് ഇപ്പം റിയൽ വേൾഡിൽ കാർ ഓടിച്ചിട്ടില്ലാത്തത് കൊണ്ട് തന്നെ ഇതിനകത്ത് കളിക്കാനായിട്ട് ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം ഇത് ഇങ്ങനെ മേടിച്ചതാണ്. ഏറ്റവും കൂടുതൽ കളിക്കുന്ന ഗെയിം, ഏറ്റവും ഇഷ്ടപ്പെട്ട ഗെയിം അങ്ങനെ പറയണമെങ്കിൽ ഏത് പറയും? ഇഷ്ടപ്പെട്ട ഗെയിം എന്ന് പറയുമ്പോഴത്തേക്കും NFS ആണ് കളിക്കുന്നത്. NFS ആണ് കുറച്ചുകൂടെ ഇത് സപ്പോർട്ട് ആവുന്നത്. കുറച്ചുകൂടെ നന്നായിട്ട് നമുക്ക് കുറച്ചുകൂടെ എക്സ്പീരിയൻസിൽ ഈ ഒരു സ്റ്റിയറിംഗിൽ കളിക്കാൻ പറ്റുന്നത് അതാണ്. സ്ട്രീമിങ്ങിനോട് ഒക്കെ താല്പര്യം? സ്ട്രീമിങ്ങിനോട് താല്പര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ പഴയ ചാനലിനകത്ത് ആ ഒരു കൊറോണ ടൈമിൽ ഞാൻ PUBG കളിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് PUBG ഞാൻ സ്ട്രീം ചെയ്യണമെന്നൊക്കെ വിചാരിച്ചാണ് അങ്ങനെ PUBG സ്ട്രീം ചെയ്തതുമാണ്. പക്ഷെ അത് ഭയങ്കര ഫ്ലോപ്പ് ആയി പോയിട്ട് പിന്നെ ഞാൻ നിർത്തി. പിന്നെ ഇപ്പം ഫ്രണ്ട്സ് ഒക്കെ പറയുന്നുണ്ട്, കോളേജിൽ തന്നെ ഫ്രണ്ട്സ് പറയുന്നുണ്ട് നിനക്ക് സ്ട്രീം ചെയ്തൂടെ. അവര് വന്ന് കളിക്കും. അവരാ മെയിനായിട്ടും വരുന്നത്. അവര് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും വരും ഇത് കളിക്കാനായിട്ട്. അവന്മാർ അത് തന്നെ വരുന്നത്. അപ്പം അവന്മാരങ്ങനെ വരുന്ന സമയത്ത് അവന്മാരിങ്ങനെ പറയും സ്ട്രീം ചെയ്തൂടെ. പക്ഷെ എനിക്ക് ആ ഒരു താല്പര്യമില്ല. കാരണം ടൈം ഒന്നാമത് കുറവാണ് ഈ സ്റ്റഡീസിന്റെ ഇടയ്ക്ക് കൂടെയൊക്കെ. അപ്പം ഈ കാർസിനോടൊക്കെ നല്ല താല്പര്യം തോന്നില്ലേ? താല്പര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്
കാർസ് ഓടിക്കാൻ ഇഷ്ടമാണ്. ഇപ്പൊ ആർക്കായാലും കാർസ് ഓടിക്കാനല്ലേ ഇഷ്ടം. ഈ ഡ്രൈവിംഗ് ഒക്കെയോ? ഡ്രൈവിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഒരു 18 വയസ്സിൽ തന്നെ, അതായത് ഒരു 18 വയസ്സിൽ തന്നെ ഞാൻ കറക്റ്റ് പോയിട്ട് ലൈസൻസ് ഒക്കെ എടുത്തതാണ്. പക്ഷെ അന്നൊന്നും എനിക്ക് വണ്ടിയില്ലായിരുന്നു, ബൈക്കും കാറും ഒന്നും ആ സമയത്ത് ഇല്ലായിരുന്നു. പിന്നെ ഈ ഒരു കുറച്ച് നാൾ കഴിഞ്ഞ്, അതായത് ലൈസൻസ് എടുത്ത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ബൈക്ക് എടുക്കാനായിട്ടൊരു എൻ്റെ അതിനനുസരിച്ചുള്ള ഫണ്ട് ഉണ്ടായതുകൊണ്ട് ഞാൻ ഒരു ബൈക്ക് എടുത്തു സ്വന്തമായിട്ട്. അപ്പം ആ ഒരു ബൈക്ക് വഴി ഞാൻ പോകാത്ത സ്ഥലങ്ങളൊന്നും ഇല്ല, ഞാൻ ആ ബൈക്കിൽ കൂടിയാണ് സിനിമകൾ കാണാനൊക്കെ ആ ഒരു വഴിയിലൂടെയാണ് പൊക്കോണ്ടിരുന്നത്. പിന്നീടായപ്പോഴത്തേക്കും ഫാമിലിക്കും കൂടി വേണ്ടിയിട്ട്, അതായത് ഇപ്പം 3 പേരുള്ളത് കൊണ്ട് തന്നെ ബൈക്കിൽ പോകാൻ പറ്റത്തില്ല, അറിയാമല്ലോ, റൂൾസ് ഒക്കെ മാറി. പിന്നീട് റൂൾസ് മാറി ഈ ക്യാമറയൊക്കെ വന്നതിന് ശേഷം പിന്നെ നമുക്ക് ബൈക്കിൽ ഇല്ല, എന്നെ പൊക്കിയിട്ടില്ല, എന്റെ വണ്ടിക്ക് ഇതുവരെയായിട്ട് ഫൈൻ അടിച്ചിട്ടില്ല. അപ്പം ആ ഒരു ബൈക്കിൽ വിഷയം ആയതുകൊണ്ട് തന്നെ പിന്നെ വേറൊരു വിഷയമുണ്ട്, ബൈക്കിൽ ഞങ്ങൾ പോയി പെട്ടൊരു വിഷയമുണ്ട്. അതായത് ഞാൻ കോളേജ് തുടങ്ങിയതിന് ശേഷം ബൈക്കില് ട്രിബിൾസ് അടിച്ച് പോയി എന്റെ ബൈക്ക് ബുക്ക് ചെയ്ത വിഷയമുണ്ട്. അത് മാത്രമേ ഉള്ളൂ വിഷയം, വേറെ അല്ലാതെ ക്യാമറ വഴി അടിച്ചിട്ടൊന്നുമില്ല. പിന്നീട് എനിക്കൊരു ആവശ്യം തോന്നി കാർ എടുക്കണമെന്നാണ്. പിന്നെ അതിനുശേഷം കാർ എടുക്കാനുള്ള സേവിങ്സ് കൂട്ടി വെച്ചു, അതിനുശേഷം കാർ ഒരെണ്ണം എടുത്തു. അതും ഈ യൂട്യൂബ് ഫീൽഡിൽ വന്നതിന് ശേഷം. ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ട്രീമർ ഞാൻ ഒരുപാട് കണ്ടിട്ടുള്ള കാസ്ട്രോൻ ആണ്. കാസ്ട്രോയിന്റെ ഒരുപാട് വീഡിയോസ് കാണാറുണ്ട്. പിന്നെ ഞാനല്ല കൂടുതൽ ഗെയിംസിനോട് താല്പര്യമുള്ള എൻ്റെ അനിയൻ മിക്കവരും ഈ തൊപ്പിയുടെയൊക്കെ കാണുമായിരുന്നു അനിയൻ. പിന്നെ ഈ സായി പോപ്പിയാണ് ഇപ്പം ഭയങ്കര ട്രെൻഡിങ് ആയിട്ടിരിക്കുന്നത്. അപ്പം സായി പോപ്പിയുടെ കുറെ വീഡിയോസ് അനിയൻ മിക്കപ്പോഴും കാണാറുണ്ട്, ഇപ്പോഴും കാണാറുണ്ട്. പിന്നെ ലെവിൻഹോ എന്നൊക്കെ പറയുന്ന പുള്ളി, അപ്പൊ ആ പുള്ളിയുടെ ഒരു യൂട്യൂബ് ചാനലുണ്ട്, ഇപ്പോഴും പുള്ളി അതിനകത്ത് വീഡിയോ ഇടുന്നുണ്ട്. അതൊക്കെ നമ്മൾ കൊറോണ ടൈമിലൊക്കെ ഒരുപാട് കണ്ടിട്ടുള്ള വീഡിയോസ് ആണ്. സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ള ലക്ഷറീസ് കാർ, അങ്ങനെ ലക്ഷറീസ് കാറിനോട് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. എന്നാൽ പോലും BMW കിട്ടിയാൽ കൊള്ളാം എന്നുണ്ട്. പക്ഷെ അത് നടക്കത്തില്ല, അത് വേറെ ഒരു കാര്യം. പിന്നെ അത് നമ്മളിപ്പോ BMW മേടിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ വെറുതെ ഇടാൻ പറ്റത്തില്ല, മെയിൻ്റെനൻസ് ഉണ്ട്, അപ്പൊ അതൊക്കെ നമ്മുടെ കയ്യിൽ നിൽക്കത്തില്ല. അപ്പം എനിക്ക് പിന്നെ അല്ലാതെ എനിക്ക് ഇഷ്ടമുള്ള ഒരു കാർ എന്ന് പറഞ്ഞാൽ ഫോർച്യൂണർ ആണ്. ആ ഒരു എടുപ്പൊക്കെ കിടിലാണ്, വണ്ടിയുടെ ഒരു ആന നിൽക്കുന്ന കണക്കാണ് ഫോർച്യൂണർ ആണ്. അപ്പൊ പഴയ കാർ എന്ന് വെച്ച് കഴിഞ്ഞാല് ഫോർച്യൂണറിന്റെ ഇപ്പോഴത്തെ വേർഷൻ അല്ല, കുറച്ചുകൂടെ പഴയ വേർഷനാണ് ഇഷ്ടമുള്ളത്. സ്വന്തമായിട്ട് കാർ എപ്പോഴാണ് എടുത്തത്? കാർ ഇപ്പം ഒരു ജാനുവരി 30 ആകുമ്പോഴത്തേക്ക് 1 വർഷം ആവും. ഇപ്പൊ എന്തായാലും ഒരു 11 മാസം കഴിഞ്ഞിട്ടുണ്ട്. ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു 3 യൂട്യൂബറിന്റെ പേര് പറയാവോ? എന്നെ ഒരുപാട് ഇൻസ്പയർ ചെയ്തിട്ടുള്ളതെന്ന് പറയുന്നത് M4Tech ആണ്. M4Techന്റെ വീഡിയോസ് കണ്ടാണ് ഞങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പം M4Techലെ ജിയോ മച്ചാനെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമ്മുടെ വില്ലേജ് കുക്കിംഗ് ചാനലിലെ നമ്മുടെ ഫിറോസിക്ക ഇഷ്ടമാണ്. പിന്നെ മൂന്നാമതായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ എന്നെ പറയാം, കാരണം ഞാൻ എന്റെ കഴിവിൽ വിശ്വസിച്ചല്ലേ ഞാൻ ചെയ്യുന്നത്. അപ്പം എന്നെ പറയാൻ വേണം. അല്ലെങ്കിൽ പിന്നെ കുറെ പേരുണ്ട്, കുറെ ലിസ്റ്റ് ഉണ്ട്. മൂന്നാമത്തെ ലിസ്റ്റിൽ നമുക്ക് കുറെ പേര് ആഡ് ചെയ്യാൻ പറ്റും. അത് പറയുന്നില്ല, ഒരുപാട് പേരുണ്ട്. കാരണം ഒരുപാട് പേരുടെ വീഡിയോസ് ഞാൻ ഡെയിലി കാണാറുണ്ട്. പ്ലേ ബട്ടൺ വാങ്ങാൻ പോയപ്പോൾ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്ലേ ബട്ടൺ കിട്ടുക എന്നുള്ളത് തന്നെ ഒരു വലിയ കാര്യമാണ്. ഇപ്പം ഒരുപാട് പേർക്ക് കിട്ടുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ഇപ്പൊ പ്ലേ ബട്ടന്റെ സൈസ് ഒക്കെ കുറച്ചു. പക്ഷെ എന്നാൽ പോലും അത് എടുക്കാം, അതായത് നമുക്ക് അത് കിട്ടി, നമുക്ക് ഇവിടെ വെച്ചേക്കുന്ന ഒരു ഫീലിംഗ് ഉണ്ട്. അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളിപ്പോ ഒരു യൂട്യൂബറാന്ന് പറഞ്ഞതിനെക്കാട്ടിയും നമുക്കൊരു പ്ലേ ബട്ടൺ ഉണ്ടെന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരു ഫീലിംഗ് ഉണ്ടല്ലോ. അപ്പൊ അത് കിട്ടുക എന്നുള്ള രീതിയിൽ ഞാൻ പോകുന്ന സമയത്ത് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അത് മേടിച്ചത് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ഒക്കെ ഞാൻ ചെയ്തായിരുന്നു. അപ്പൊ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ആരൊക്കെയായിട്ടാ പോയത്? ഞാനും അനിയനായിട്ടാ പോയത്. അപ്പം ഇന്നത്തെ ഈ ഒരു സെക്ഷൻ കഴിയാനുള്ള സമയമായിട്ടുണ്ട്. താങ്ക് യു, ഇത്രയും നേരം ഞങ്ങളുടെ സൈറയിലോട്ട് വന്നതിനും ടൈം സ്പെൻഡ് ചെയ്തതിനും താങ്ക് യു. എനിക്ക് സന്തോഷമുണ്ട്. സോ മിത്ര നല്ല പേര്. ശരി. ഞാൻ നിങ്ങളുടെ സ്വന്തം മിത്ര, സൈനിങ് ഓഫ് ഫ്രം സൈറ മീഡിയ. അടുത്ത വീഡിയോ വരുന്നവരെ സ്റ്റേ ട്യൂൺഡ്. സോ ഫുൾ വീഡിയോ കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക.